പറയാറുണ്ട്. ചിപ്പൂസും പറയാറുണ്ട്. നമ്മളെ താഴ്ത്തി കെട്ടുന്നവരും വെറുതെ നടക്കുന്നവർക്കാണ് യൂട്യൂബ്. പിന്നെ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ വന്നതിന് ശേഷമുള്ള നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യണം. നമുക്ക് വരുമാനം കിട്ടിയോ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. മനസ്സിലായി, നമ്മൾ സാധാരണ വീഡിയോസിൽ പറയുന്ന വാക്കുകളും നമ്മൾ സാധാരണ തൃശ്ശൂർക്കാരനെ സംബന്ധിച്ച് വിഴുങ്ങിട്ട് പോവാ. നമ്മൾക്ക് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. പക്ഷെ നമ്മൾ പിടിച്ച് കയറ്റാണ്. പഠിച്ചത് ഇതാണല്ലോ, അതന്നെയാണ് നിങ്ങൾ ചെയ്യണേ. ഹായ്. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1 വർഷം ആവാൻ പോവാണ്, അല്ലേ ചിപ്പൂസ്? അപ്പൊ ചിപ്പൂസിന് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞേ. ഹായ് കൂട്ടുകാരെ, ചിപ്പൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്യാൻ തുടക്കം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാ, ആൾക്കാർ ഓടും. ഈ ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ. ഇതാണ് ഞങ്ങള് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഞങ്ങൾ 1 വർഷം ആവാൻ പോവാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഇതില് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ വന്നതിന് ശേഷമുള്ള നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യണം. നമ്മുടെ ആദ്യത്തെ വീഡിയോ നമ്മളൊരു മാർച്ച് ഒരു പകുതിയോടുകൂടി, അല്ലെങ്കിൽ മാർച്ച് ഒരു ഫസ്റ്റ് വീക്ക് കഴിഞ്ഞോടുകൂടിയാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ തന്നെ നമ്മൾ യൂട്യൂബിൽ ഇടുന്നത്. പക്ഷെ കഴിഞ്ഞ ഫെബ്രുവരി, അതായത് ഇപ്പോൾ ഫെബ്രുവരി ആണല്ലോ, ഈ മാസമാണ് ഞങ്ങൾ ആലോചിച്ചിരുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. ആദ്യം ഷോർട്സിനധികം നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നില്ല. അതിനൊരു കാരണം കൂടി ഉണ്ട്. കാരണം നമുക്ക് യൂട്യൂബിൽ വന്നതിന് ശേഷം മിക്കവർക്കുള്ള ബുദ്ധിമുട്ട്, അതായത് വാച്ച് അവേഴ്സ് കിട്ടുന്നില്ല. 4000 വാച്ച് അവർ കിട്ടിയാലാണ് നമുക്ക് യൂട്യൂബ് പാർട്ണർഷിപ്പിലേക്ക് കടക്കാൻ പറ്റുള്ളൂ എന്നൊരു അവരുടെ ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം 3000 വാച്ച് അവേഴ്സും അതുപോലെ 500 സബ്സ്ക്രൈബേഴ്സും മാത്രം മതി. പക്ഷെ ഈ 3000-500 സബ്സ്ക്രൈബറും കിട്ടിക്കഴിഞ്ഞാൽ അതൊന്നും ഓണാവില്ല. അപ്പം യൂട്യൂബർ ആവാം. അതായത് നമ്മൾ യൂട്യൂബ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിലേക്ക് കിടക്കുന്ന ഒരു യൂട്യൂബർ എന്ന് നമുക്ക് ധൈര്യമായിട്ട് ഒരാളോട് പറയാൻ പറ്റും. അതിൻ്റെ ഒരു ഈ ക്രൈറ്റീരിയ മാത്രമാണ് ഈ 500 സബ്സ്ക്രൈബറും 3000 വാച്ച് അവർ എന്നുള്ളത്. അത് കിട്ടുകൊണ്ട് നമുക്ക് ഈ സൂപ്പർ ചാറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ 2-3 ഫീച്ചർ ഓൺ ചെയ്യും. പക്ഷെ അത് നമുക്ക് ഉപകാരപ്പെടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തില്ല. അതിനെത്തണമെന്നുണ്ടെങ്കിൽ 4000 വാച്ച് അവേഴ്സ് വേണം. ഞാൻ ഒരുപാട് യാത്ര മുമ്പ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഞങ്ങളുടെ കല്യാണത്തിന് ശേഷമാണ് ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി. ചിപ്പൂസിൻ്റെ സപ്പോർട്ടോടെ കൂടിയാണ് ഇപ്പോൾ ഞാനും ഇതിലേക്ക് ആക്റ്റീവ് ആവാൻ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിപ്പൂസ് അക്കൗണ്ടൻ്റ് ആണ്, പ്രൊഫഷണലി ഒരു അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ ആരെങ്കിലും അക്കൗണ്ട്സ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ക്ലാസ്സസ് ഒക്കെ എടുക്കും, അല്ലേ? എടുത്തരും. അപ്പൊ ചിപ്പൂസ് അത് കഴിഞ്ഞിട്ട് ചിപ്പൂസ് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ ഇങ്ങനെ തുടങ്ങി, നമ്മൾ ഡെയിലി വീഡിയോസ് ഇടാൻ തുടങ്ങിയത് കൂടിയാണ് നമ്മുടെ ചിപ്പൂസ് ഫുൾ ടൈം ഇതിലേക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഒരു 2 മാസത്തോളം നമ്മൾ കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ടായിരുന്നു. പക്ഷെ ഈ വീഡിയോസ് ഇടുമ്പോഴും നമുക്ക് ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ തുടക്കത്തിൽ ഡെയിലി വീഡിയോസ് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രൈ ചെയ്തവർക്ക് കൂടുതൽ മനസ്സിലാവും. കാരണം അതൊരു ബുദ്ധിമുട്ടുള്ള കേസാണ്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഷിഫ്റ്റിൻ്റെ ടൈം കാലത്ത് ഒരു 4-5 മണി ആ ടൈമിലേക്ക് തുടങ്ങി. അപ്പോൾ ഈ രാത്രി വന്നുള്ള എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഉറക്കം പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. നമുക്ക് വരുമാനം കിട്ടിയോ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. വരുമാനം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്കത് കയ്യിലേക്ക് വരുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. കാരണം അതിന് നമുക്കൊരു കുറച്ച്, അതായത് 100 നമുക്ക് വന്നാലാണ് ഒരു പേ ഔട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബറിൽ ഇപ്പോൾ നമ്മൾ പല യൂട്യൂബേഴ്സിന് വരുമാനം ഇതെല്ലാം കേൾക്കും. പക്ഷെ എല്ലാവരും നല്ലൊരു ഹാർഡ് വർക്ക് അതിന് പിന്നിലുണ്ട്. നമ്മൾ ക്രിയേറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും സത്യത്തില് ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ നമുക്ക് ഇതുവരെ അതിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. അധികം നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യണം. എൻജോയ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വരുമാനം കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ മാത്രം നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. അതൊരു ഇൻട്രസ്റ്റ് ആണ് നമുക്ക്.
ഇമ്പോർട്ടൻസ് നമ്മൾ ഈ യൂട്യൂബില് ചെയ്തു വരുമ്പോൾ നമുക്ക് കുറെ ബുദ്ധിമുട്ടുകൾ, അതായത് നമുക്ക് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങള് ഈ യൂട്യൂബർ അല്ലെങ്കിൽ യൂട്യൂബ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ കടന്നതിന്റെ മെയിൻ കാരണം, പെട്ടെന്ന് തന്നെ കടന്നതിന് കാരണം ഞങ്ങളുടെ ഫാമിലിയുടെ എല്ലാവരും സപ്പോർട്ട് തന്നെയാണ്. കാരണം അതില്ലെങ്കിൽ നമുക്ക് കടക്കാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യണത്. അപ്പൊ ചില നമ്മൾ ഇടുന്ന വീഡിയോ അത് ടൈമിന്റെ ആണോ എന്താണോ എന്ന് അറിയില്ല. പക്ഷെ ഒരു 4-5 ദിവസം വന്നിട്ട് നമുക്ക് 2 തവണകളായിട്ട് നമ്മുടെ വീഡിയോസ് ആർക്കും കാണിക്കാണ്ട് നിന്നിട്ടുണ്ട്. അവിടെ ശരിക്കും ഡൗൺ ആവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അതായത് മെന്റൽ ഒരു സ്ട്രെസ് അല്ല, നമ്മൾക്ക് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. പക്ഷെ നമ്മൾ പിടിച്ച് കയറ്റാണ്. ഇപ്പൊ ഞങ്ങൾ 2 പേരുള്ള കാരണം ഞാൻ ചിപ്പൂസ് ഇരിക്കുമ്പോൾ പറയും, ഡൗൺ ആയിരിക്കുമ്പോൾ ഞാൻ പറയും നമുക്ക് വീഡിയോസ് ഇടണം. അതുപോലെ ഞാൻ ചിപ്പൂസും എന്നെ പറയുമെന്ന് വിചാരിക്കണം. ചിപ്പൂസും പറയാറുണ്ട്. ഇപ്പോഴൊരു വേറൊരു ചാനൽ തുടങ്ങി പലരും നമ്മളെ യൂട്യൂബ് നമ്മൾ തുടങ്ങുമ്പോഴും നമ്മളെ എല്ലായിടത്തും ഒരു പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. നമ്മളെ താഴ്ത്തി കെട്ടുന്നവരും വെറുതെ നടക്കുന്നവർക്കാണ് യൂട്യൂബ് അതെ പറയാലോ. നമുക്ക് ഇപ്പൊ ഞാന് എന്റെ ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. പക്ഷെ വെറുതെ നടക്കുന്നവർക്കല്ലേ യൂട്യൂബ് ചാനൽ ഭയങ്കര എഫർട്ട്സ് എടുക്കുന്നത് കൊണ്ടാണ് ഇതും യൂട്യൂബ് മുന്നോട്ട് പോണത്. അത് അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചവർക്കേ മാത്രമേ ഇതിനെ പറ്റിയിട്ട് അറിയുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാനും വിചാരിച്ചിട്ടുണ്ട് പണ്ടൊക്കെ യൂട്യൂബ് വെറുതെ അവര് റെക്കോർഡ് ചെയ്തിരുന്നു, അവര് കാണുന്നതൊക്കെ ഇടുന്നു. അങ്ങനെയൊന്നല്ല, ഇതിന് പിന്നില് പല എന്താ പറയാ പണികളും നമുക്കുണ്ട്. ഇമോഷണലായി, ഞാൻ ഇമോഷണലായി. എന്താ സംഭവം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പറയും, നീ ഒരു പഠിച്ചത് ഇതാണല്ലോ, അതന്നെയാണ് നിങ്ങൾ ചെയ്യണേ. ശരിക്കും യൂട്യൂബ് നമ്മളിത് ചെയ്യുമ്പോൾ ഒരു ബിസിനസ് ചെയ്യണമെന്ന് തന്നെയാണ്. നമ്മൾ ഏത് ലെവലിൽ പഠിച്ചവരും എത്ര പേര് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. കാരണം ഒരു ബിസിനസ് ചെയ്യാന്ന് പറയുമ്പോഴും നമ്മളിതിൻ്റെ ബിസിനസ് ചെയ്യുന്ന ഒരു ആള് അവർക്ക് ഏറ്റവും താഴ്ത്തുന്ന മേലെയുള്ള കാര്യങ്ങൾ വരെ അറിഞ്ഞാലാണ് ഒരു ബിസിനസ് സക്സസ് ആവുക. ഇപ്പൊ പലരും പറയും നമ്മൾ കോളേജ് പഠിച്ചത്, നമ്മൾ ജോലിക്ക് പോണത് കോളേജിൽ ഏത് പഠിച്ചോ, അങ്ങനെയൊക്കെ നമ്മൾ പലരും പറയും പഠിച്ചത് തന്നെയാണ് പോണത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ 3 മാസം 6 മാസമോ അല്ലെങ്കിൽ 1 വർഷം 2 വർഷം ചെയ്ത കോഴ്സിനെ ആയിരിക്കും നമ്മൾ ജോലിക്ക് കയറാം. പക്ഷെ നമ്മൾ അതുവരെ സ്കൂളിലൊക്കെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്താണ്, അത് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഈ വീഡിയോകളും പലതും ചെയ്യുമ്പോൾ, സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ച പല കാര്യങ്ങളും നമുക്ക് ഓർമ്മയിൽ വരും അല്ലേ. ഞാൻ ചിപ്പൂസിനെ കാണിച്ചു കൊടുക്കാറുണ്ട്, അതൊക്കെ ഓർത്തെടുക്കാൻ പറയാറുണ്ട്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് സ്കൂൾ ലൈഫ് ആയിരിക്കും. സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു 3-4 വർഷത്തെ പ്രൊഫഷണൽ ഇത്. പക്ഷെ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ തൊട്ട് നമുക്ക് ഓർത്തെടുത്ത് ഓരോ കാര്യങ്ങൾ പ്രാക്ടിക്കൽ ആവാം. നമുക്ക് സ്പീച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് കണ്ടന്റ്സ് എഴുതണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇതിന്റെ പിന്നിലുണ്ട്. ഇപ്പൊ വീഡിയോ നമുക്ക് അറിയാത്തൊരു മേഖലയാണ്, പക്ഷെ അത് പഠിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്രകൾ എടുക്കുകയാണെങ്കിൽ യാത്രകൾ ചെയ്യുമ്പോൾ യാത്രകൾ കുറിച്ച് നമുക്ക് പഠിക്കണം. ഇപ്പൊ ഞങ്ങളുടെ വീഡിയോസിലൊന്നും യാത്രകളെ കുറിച്ച് ഞങ്ങൾ ആദ്യം പറയണത് നന്നായിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയില്ല. കാരണം നമ്മുടെ മൈൻഡിലുള്ള ഒരു യാത്ര വിവരണം അത് മൈൻഡിലുണ്ട്, പക്ഷെ അത് ഞങ്ങൾക്ക് കൂടുതൽ പ്രാക്ടിക്കലാക്കാൻ പറ്റിയിട്ടില്ല. കുറഞ്ഞൊരു ജോബല്ല, കാരണം യൂട്യൂബറിൽ ചെയ്യുന്ന എല്ലാവരുടെയും എഫേർട്ട്. ഇപ്പൊ നമുക്ക് പല പ്രമുഖരുടെ അക്കൗണ്ട്സ് നമുക്കറിയാം. അപ്പൊ ഞങ്ങൾ തന്നെ പലരുടെയും അക്കൗണ്ട്സ് നമ്മൾ കാണാറുണ്ട്. എല്ലാവർക്കും എംഫോടെക്കിനെ അറിയാവുന്ന നമ്മുടെ GM അച്ഛനെ അറിയാത്തവര് കുറവായിരിക്കും അല്ലേ. അതുപോലെ പല അക്കൗണ്ട്സ് ഉണ്ട്, നമ്മൾ എടുത്തു പറയണില്ല. കാരണം ഇവരേക്കും അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് ഇത്ര വർഷങ്ങളായിട്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു സ്റ്റേജ് ഫേസ് ചെയ്യുന്നുണ്ടാവും. കാരണം പലരും നമുക്ക് പറയും, അത് പറയുമ്പോൾ ചിപ്പൂസും ഡൗൺ ആയിട്ടിരിക്കാറുണ്ട്. എനിക്കറിയാം ചിപ്പൂസ് ഇത് എന്തിനാ ചെയ്യണേ, ഇതിൽ നിന്ന് വരുമാനം കിട്ടും. നമ്മൾ വരുമാനം മാത്രമല്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇൻട്രസ്റ്റോട് കൂടി ചെയ്തെടുക്കുക. അതെങ്ങനെ ആൾക്കാരിലേക്ക് എത്താൻ പറ്റും എന്നൊരു ആശയത്തിൽ ആ ഒരു ഇൻട്രസ്റ്റ്, അതായത് പാഷൻ, ആ വർക്കിനോടുള്ള പാഷൻ്റെ ഇതിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ പകുതി പോലും ആയിട്ടില്ല. ഇനിയും ഞങ്ങൾ കൂടുതൽ നന്നാക്കാനായിട്ട് ഇനി നോക്കും തുടർന്നുള്ള വീഡിയോ. അപ്പോൾ 1 വർഷം ആവുന്ന കാരണം ഞങ്ങൾ എല്ലാവരുടെ മുന്നിലൊന്ന് ഞങ്ങൾ ഇതുവരെ ഫേസ് ചെയ്ത ചാലഞ്ചസ് എല്ലാത്തിനും ഒന്ന് ബ്രീഫ് ചെയ്യണമെന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോ ഞങ്ങള് ഇനി ഇതിൽ വല്ല തെറ്റുകുറ്റങ്ങളോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം. ഇനിയും ഞങ്ങള് ക്ഷമിക്കുക മാത്രല്ല, നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക്
കമന്റ് ബോക്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കാം. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. എന്തെങ്കിലും ഇതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. ചിപ്പി നെവിൻ തന്നെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞങ്ങളുടെ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം, ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് അയക്കാം. ഞാൻ അല്ലെങ്കിൽ ചിപ്പൂസ് ആരെങ്കിലും നമ്മള് എന്തായാലും റെസ്പോണ്ട് ചെയ്തിരിക്കും. നമ്മള് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ചെറിയ വരുമാനം അതിൽ നിന്ന് കിട്ടും എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ്. കിട്ടി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് പേ ഔട്ടിന് ആയിട്ടില്ല. അടുത്ത 1-2 മാസത്തിൽ ഞങ്ങൾക്ക് ഒരു പേ ഔട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ $100 കടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ കാര്യം എളുപ്പമാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. എന്നിരുന്നാലും നമ്മൾ ഈ യൂട്യൂബ് ചാനൽ നിർത്തില്ല. നമ്മൾ യൂട്യൂബ് ചാനൽ കണ്ടിന്യൂ ചെയ്യാൻ നന്നായിട്ട് നല്ല കണ്ടന്റ്സ് കൊണ്ടുവരാനായിട്ട് മാക്സിമം നമ്മൾ ശ്രമിക്കും. എൻ്റെ നിന്ന് കുറെ ചീത്ത കേൾക്കാറുണ്ട്. ഓരോ വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയാ പ്രൊനൗൺസിയേഷൻ, അതായത് നമ്മൾ വാക്കുകൾ നമ്മൾ സാധാരണ വീഡിയോസിൽ പറയുന്ന വാക്കുകളും നമ്മൾ സാധാരണ തൃശ്ശൂർക്കാരനെ സംബന്ധിച്ച് കുറെ വാക്കുകൾ പറയുമ്പോൾ അതിൽ കുറെ ഇത് വിഴുങ്ങിട്ട് പോവാ. പെട്ടെന്ന് പൊട്ടിപ്പോവും. ചിപ്പൂസ് ഒരിക്കൽ സ്പീച്ച്, പിന്നെ റേഡിയോ ജോക്കി ആയിരുന്നു, ഇങ്ങനത്തെ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്പീച്ച്, റേഡിയോ ജോക്കി അങ്ങനത്തെ ഒരു കൊടുക്കണ ഇതായിരുന്നു നമ്മുടെ ചിപ്പൂസിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയുന്നത്. ചിപ്പൂസ് KCYM ഇതിലൊക്കെയും ആക്റ്റീവ് ആയിരുന്നു. ഇപ്പൊ തൃശ്ശൂര് ലൂർദ് ഫൊറാന അല്ലെ, തൃശ്ശൂർ ലൂർദ് ഫൊറാനയില് മിക്കവർക്കല്ല KCYM അങ്ങനത്തെ സംഘടന അറിയുന്നവർക്ക് ചിപ്പൂസിനെ അറിയാൻ പറ്റും. അപ്പൊ അതിലേക്കും പ്രവർത്തിച്ചിട്ടുള്ള ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. നമുക്ക് കുറെ എന്താ പറയാ, നമ്മുടെ സംഭാഷണം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ നമുക്ക് കുറെ മാറ്റേണ്ടതായിട്ട് വരും ഒരു വ്ളോഗിങ് സ്റ്റൈലിൽ. അപ്പൊ അതിൻ്റെതായ ഒരു ട്രാൻസിഷൻ ടൈം നമുക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ കുറെ പോരായ്മകളുണ്ട്, നമുക്ക് ഫീഡ്ബാക്കും കിട്ടാറുണ്ട്. അപ്പൊ നമ്മൾ അതെല്ലാം തിരുത്തിയിട്ട് മുന്നോട്ട് വരും. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.